ഗ്രീൻ ഗാർഡൻ സൗഹൃദ കൂട്ടായ്മ കൂടാളിയുടെ 1ാം വാർഷികാഘോഷവും കുടുംബസംഗമവും കൊളപ്പാച്ചിൽ കീസ് ഐസ്ക്രീം പാർക്കിൽ നടന്നു. അധ്യാപകനും പ്രഭാഷകനുമായ മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു. എന്റേത് എന്ന സ്വാർത്ഥതയിൽ നിന്ന് മനുഷ്യൻ ചുരുങ്ങുന്ന കാലത്ത് പ്രകൃതിയെ സ്നേഹിക്കുക എന്ന ആശയവുമായി വന്ന ഗ്രീൻ ഗാർഡൻ സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്ന് മനോജ് പട്ടാനൂർ പറഞ്ഞു. മനുഷ്യൻ നമുക്കറിയാം, ചുരുങ്ങി വരികയാണ്. എന്റെ മതം, എന്റെ ജാതി, എന്റെ രാഷ്ട്രീയം, എന്റെ വീട്, എന്റെ കുട്ടി, എന്റെ പട്ടി, എന്റെ ചായ, എന്റെ ചെരുപ്പ്, എന്റെ തന്നെ എന്ന സ്വാർത്ഥബോധം സ്വത്വബോധത്തിലേക്ക് ഓരോരുത്തരും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയൽപക്കത്തെ വീട്ടിലെ ആളുടെ മരണം പോലും ഫ്ലാഷ് ന്യൂസ് ആയി ടിവിയിലൂടെ വായിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ് മലയാളി. വാട്സാപ്പിൽ വരുന്ന മെസ്സേജിലൂടെയാണ് സ്വന്തം വല്യമ്മ താഴെ തൊട്ടിൽ മരിച്ചു കിടക്കുന്ന വാർത്ത 2ാം നിലയിൽ കിടക്കുന്ന ചെറിയ മോൻ അറിയുന്നത്. ആദരാഞ്ജലിയുടെ ഫോട്ടോ കണ്ടപ്പോ ഈ ഫോട്ടോ എവിടെയോ പരിചയമുണ്ടല്ലോ. സ്വന്തം വീട്ടിൽ താഴെ നിലയിൽ മരിച്ചു കിടക്കുന്ന വല്യമ്മയുടെ ആദരാഞ്ജലി ഫോട്ടോ ഗൾഫിൽ നിട്ടതാണ് ഈ കുഞ്ഞുമോൻ കണ്ടത്. അങ്ങനെ നമ്മൾ വീട്ടിനകത്ത് പോലും അന്യരാജ്യക്കാരെ പോലെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക. പ്രകൃതിയുടെ പ്രത്യേകത, പ്രകൃതിക്ക് മതമില്ല, ജാതിയില്ല, പ്രകൃതിക്ക് നിറവ്യത്യാസമില്ല, ആരോഗ്യ വ്യത്യാസമില്ല. അതാണ് പ്രകൃതി. വീശിയടിക്കുന്ന കാറ്റിന് മതമില്ല, വെള്ളത്തിന് മതമില്ല, മരങ്ങൾക്ക് മതമില്ല, ജാതിയില്ല. ഏതൊരു പറഞ്ഞപ്പോ നമ്പ്യാർ മാങ്ങയിലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ നമ്പ്യാർ മാങ്ങയുടെ പേരാണെങ്കിൽ ആ മാങ്ങ തിന്നുന്നവന് മതമില്ല, തിന്നുണ്ടാക്കുന്ന ടേസ്റ്റിന് മതമില്ല. നമ്മുടെ വീട്ടിൽ ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ഉത്സവമാണെങ്കിൽ അതിന് ഹൈന്ദവ ടച്ച് ഉണ്ടല്ലോ. ആ ഹൈന്ദവ ടച്ചിന്റെ പേരിലാണ് പൂക്കൾ വിട്ടുപിടുത്തുന്നുണ്ടെങ്കിലും ആ നാനാനിറമുള്ള പൂക്കളുടെ മണത്തിന് അതിന്റെ നിറത്തിനൊന്നും മതമില്ല. മതമില്ലെന്ന് പറയുന്നത് മതം ഇത്ര മോശമായ വസ്തുവാണ് പറയുന്നില്ല. അതിന്റെ പേരിൽ നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വം നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രകൃതിയെ സ്നേഹിക്കുക എന്ന വലിയൊരു മെസ്സേജുമായി ഒരു കൂട്ടായ്മ ആധുനിക സമൂഹത്തിന്റെ മുന്നിൽ മറ്റ് കൂട്ടായ്മകൾക്ക് മാതൃകയായി നിങ്ങൾ നിലകൊള്ളുന്നത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് പി.കെ. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ. കുഞ്ഞിരാമൻ നമ്പ്യാർ സ്വാഗതം പറഞ്ഞു. ചെടികളുടെ പരസ്പര കൈമാറ്റവും കൂട്ടായ്മയുടെ പേരിൽ സ്വന്തമായ നഴ്സറി തുടങ്ങുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. ഡ്രീം ഗാർഡൻസ് മെമ്പർ പി. ദേവിദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. സൗജന്യ ഔഷധ സസ്യ വിതരണവും ചെടികളെ പറ്റിയുള്ള വിശദീകരണവും ടി.വി. ദാസ് മൂന്നുപേരിയ നിർവഹിച്ചു. മനുഷ്യ ജീവിതത്തിൽ ചെടികൾക്കുള്ള സ്വാധീനം എന്ന വിഷയത്തിൽ ബ്രഹ്മകുമാരി വി.കെ. ജ്യോതി ക്ലാസ് എടുത്തു. പാട്ട്, ഡാൻസ്, പിന്നെ വിശപ്പ്, ഈ ഒരു സമയത്ത് ഇങ്ങനെ പ്രഭാഷണം ചെയ്യാൻ വേണ്ടിട്ട് ഇവര് ആരാ വിളിച്ചത്? അല്ല, ആരാണ് ഇവര് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഇൻവൈറ്റ് ചെയ്തത്? ഞാൻ വന്ന ഉടനെ കുട്ടി വെച്ചത് വെള്ള സാരി കൊടുത്തിട്ട് എന്ന് പറഞ്ഞു. വെള്ള, കാരണം ഒരു പുതിയ അവതാരത്തെ കണ്ട കുട്ടിയിൽ തോന്നിയത് നമുക്ക് പറ്റിയ ഒരാളല്ല, വേറെ എവിടെ വന്നിട്ടുള്ള ആളാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക്. അപ്പൊ അങ്ങനെയുള്ള എന്നെ വിളിച്ചു വരുത്തിയത് ആരാണെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. ആരും ദേഷ്യപ്പെടെ വിഷമിക്കുന്നു വേണ്ട, ദേവിദാസൻ സാറിനെ വിളിച്ചത് അത് അവര് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ട് വന്നതാണ്. സത്യം പറഞ്ഞാല് കാരണം എനിക്കിങ്ങനെ സാറിന്റെ നമ്പർ കിട്ടി, സാറിന്റെ സർവീസിനെ കുറിച്ച് മനസ്സിലായപ്പോ എനിക്കായിരുന്നു ആഗ്രഹം വരണമെന്ന്. അപ്പൊ തന്റെ സിസ്റ്ററും ഇവരെല്ലാം കൂടെ എനിക്ക് ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി തന്നു. അപ്പൊ ഞാൻ തന്നെ സാറിനോട് പറഞ്ഞില്ല, വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ഈ ഒരു ചെടികളോടുള്ള സ്നേഹം കാണിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് എന്നെക്കാളും എന്നെ സഹോദരിക്കാൻ ഇഷ്ടം. പക്ഷേ ഞാനും ഇഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ വരും എന്ന് പറഞ്ഞത്. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. കലാപരിപാടിയുടെ സമ്മാന വിതരണം കെ.സി. സുരേഷ് നിർവഹിച്ചു.